ഇന്ന് ഒരു ചീരത്തോരൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. നമ്മൾ പ്രവാസികൾ നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് നമുക്ക് ഫ്രഷായിട്ടുള്ള ഇലക്കറികൾ കിട്ടാനുള്ള പാട്. നമ്മളിവിടെ ലുലുന്നൊക്കെ വാങ്ങിക്കഴിഞ്ഞാലും എക്സ്പോർട്ട് ചെയ്ത് വരുന്നത് കൊണ്ട് തന്നെ വലിയ ക്വാളിറ്റി ഇല്ലാത്ത ഇലകളായിരിക്കും കിട്ടുന്നത്. ഇത് ഞങ്ങളിവിടുത്തെ ഒരു മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാണ്. ലോക്കൽ പ്രോഡക്റ്റാണ്. ഇവിടെ തന്നെ കൃഷി ചെയ്യുന്നതാണ്. അപ്പോൾ അധികം പൊടിയോ അഴുക്കോ ഒന്നും തന്നെ ഇല്ല. പെട്ടെന്ന് തന്നെ നമുക്ക് വൃത്തിയാക്കി എടുക്കാനും എളുപ്പമാണ്. അപ്പോൾ ചീരയെല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ തോരൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാൻ ഈ കഴുകി വൃത്തിയാക്കി എടുത്ത ചീരകളെല്ലാം ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പാൻ എടുത്തിട്ട് പാനിലേക്ക് ആവശ്യം വേണ്ടുന്ന വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. പിന്നെ ഞാൻ ഈ തോരൻ്റെ അകത്ത് ഉള്ളി, പച്ചമുളക് ഇതൊന്നും ഇടാറില്ല. എനിക്കിഷ്ടമല്ല ചീരയുടെ കൂടെ അതൊന്നും ചേർക്കുന്നത്. പിന്നെ തേങ്ങ മാത്രമേ ചേർക്കാറുള്ളൂ. അപ്പോൾ ആദ്യം എണ്ണ ചൂടായി കഴിയുമ്പോൾ ഞാൻ ഇതിലേക്ക് ഇടുന്നത് ഉഴുന്ന് പരിപ്പാണ്. കടുക് ഇടുന്നതിനേക്കാൾ വളരെയധികം ടേസ്റ്റാണ് ഉഴുന്ന് പരിപ്പ്. ഇച്ചിരി അധികം ഇടണം. അത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ തന്നെ നല്ലൊരു മണമാണ്. അപ്പോൾ അത് മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചീര അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ചീരയ്ക്കൊന്നും അധികം വേവില്ല. അപ്പോൾ അത്യാവശ്യം വേണ്ടുന്ന ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി വെക്കുക. അടച്ചു വെച്ചൊരു കാരണവശാലും വേവിക്കരുത്, കുഴഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഒരു 4-5 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് നന്നായിട്ട് വെന്ത് വരും. അപ്പോൾ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും നല്ല ജീരകവും കൂടെ ചേർക്കുക. എന്നിട്ട് അതും ചേർത്തൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം തേങ്ങയും ഞാൻ മിക്സിയിലൊന്നും അടിക്കാറില്ല. കാരണം അങ്ങനെ ചെയ്താലും ഇത് കുഴഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ തേങ്ങ കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ പിന്നെ ഇതിലേക്ക് കുറച്ച് മുട്ട കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ 2 മുട്ട ഉപ്പും ചേർത്ത് നേരത്തെ തന്നെ ബീറ്റ് ചെയ്ത് വെച്ചതാണ്. അത് നമ്മൾ ഈ തോരൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കും. ഞാൻ ആദ്യം ആ തോരനൊക്കെ സൈഡിലേക്ക് നീക്കിയതിന് ശേഷം നടുക്ക് ഈ മുട്ട ചേർത്ത് നന്നായിട്ട് ചിക്കിയെടുക്കും. എന്നിട്ടാണ് അത് തോരനുമായിട്ട് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ നല്ലൊരു റെസിപ്പിയാണ്.